ജയിലിൽ കിടക്കുന്നവർക്കുള്ള ടാസ്ക് വന്നു. സാബുമാനാണ് ടാസ്കുമായിട്ട് വരുന്നത്. സാബുമാൻ ടാസ്ക് വായിക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്കുള്ള ജയിൽ പണിഷ്മെൻറ്റ്. തീപ്പെട്ടി മനുഷ്യർ. തന്നിരിക്കുന്ന തീപ്പെട്ടി കൊള്ളികൾ കൊണ്ട് മനുഷ്യരൂപം ഉണ്ടാക്കി ചുമരിൽ ഒട്ടിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ടാസ്ക്. ഇരുവരും 100 രൂപങ്ങൾ വീതം ഒട്ടിക്കുക. ഇതാണ് നിങ്ങളുടെ ടാസ്ക്. ബിഗ് ബോസ് ഗുഡ് ലക്ക്. സിമ്പിളായിട്ടുള്ള ടാസ്ക് ആണല്ലോ നിങ്ങൾക്ക് തന്നിരിക്കുന്നതെന്ന് നൂറ് അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്. ഇതൊക്കെ അനുകുട്ടിക്ക് വെറും ഈസിയാണ് അല്ലേ അനുകുട്ടി? അല്ലേ അനു? 2-3 പ്രാവശ്യം വിളിച്ചിട്ട് അനു മൈൻഡ് ചെയ്യുന്നില്ല. പിന്നെ അനു ആന്ന് മാത്രം ഒന്ന് മൂളി. അപ്പോഴേക്കും അവിടേക്ക് ആദില വരികയാണ്. ആദിലയുടെ അടുത്ത് അനീഷ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്താണ് ടാസ്ക്? അപ്പോൾ ആദില പറയുന്നു, മണം കണ്ടുപിടിക്കുക. അന്നേരം അനുമോളെ നോക്കിയപ്പോൾ അനുമോളുടെ കണ്ണിലിങ്ങനെ എന്തോ കൺപീളയിരിക്കുന്നു. അപ്പോൾ പറഞ്ഞു, നിൻ്റെ കണ്ണിൽ കൺപീളയിരിക്കുന്നു, എടുത്ത് കളയെ. അപ്പോൾ അതിൽ ചോദിക്കുകയാണ്, എന്താ നീ കരഞ്ഞോ? അനീഷേട്ടൻ എന്തിനാണ് അവളെ കരയിച്ചത്? അനീഷേട്ടൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ വല്ലതും ചോദിച്ചോ? അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, ഞാൻ എന്തൊക്കെയോ ചോദിച്ചു, അതുകൊണ്ടായിരിക്കും. അനുമോൾ അനീഷിൻ്റെ അടുത്ത് പറയാണ്, അനീഷേട്ടൻ നിങ്ങൾക്ക് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ആവശ്യമില്ലാതെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ചോദിച്ച് അവളെ കരയിച്ചത്? നിർത്തിക്കോണം കേട്ടോ, ശരിയുള്ള കാര്യമല്ല. അനു, നീ കരയാണോ? ഒത്തിരി വട്ടം ചോദിച്ചിട്ട് അനുമോൾ ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. നിൻ്റെ അനീഷേട്ടൻ്റെ അടുത്ത് മാത്രമേ നീ പറയത്തുള്ളൂ? ഇനി ചോദിക്കത്തില്ല കേട്ടോ. ടിഷ്യൂ വേണോ? എന്നൊരു അനുമോൾ പറഞ്ഞു, വേണ്ട. എടാ, നൂറ് അവിടെ നിന്നുകൊണ്ട് ഡയറക്ഷൻ കൊടുക്കുന്നുണ്ട് അനീഷിന്. അനീഷേട്ടൻ നന്നായിട്ട് ഒട്ടിക്കുക കേട്ടോ. ഇങ്ങനെ ഒട്ടിച്ചാൽ അത് പൊട്ടി പോകത്തേ ഉള്ളൂ. ഇങ്ങനെയാണെങ്കിൽ അടുത്ത ആഴ്ചയും നിങ്ങളെ ജയിലിലിട്ടേക്കുമെന്ന് അതിൽ പറയുന്നുണ്ട്. അടുത്ത ആഴ്ചയും നിങ്ങൾ ജയിലിൽ തന്നെ എന്ന് പറയുന്നുണ്ട്. നൂറ് അനീഷിനോട് ചോദിക്കുന്നുണ്ട്, എത്ര എണ്ണം ഇങ്ങനെ നിങ്ങൾ തയ്യാറാക്കണം? അനീഷ് പറഞ്ഞു, 100. എന്തായാലും നിങ്ങൾ നന്നായിട്ട് ചെയ്യൂ. ആതിരയും നൂറയും അവിടെ നിന്ന് ഓരോന്നൊക്കെ പറയുന്നെങ്കിലും മൈൻഡ് പോലും ചെയ്യാതെ അനുമോൾ ആ ഒരു സ്റ്റിക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്.